ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ടാക്സബിൾ സാലറി ഓഫ് മിസ്റ്റർ ആനന്ദ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2023-24. സാലറി 5 lakh, ഡിയർനെസ് അലവൻസ് 20,000, നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹൗസ് റെന്റ് അലവൻസ് 1,20,000, ആക്ച്വൽ റെന്റ് പെയ്ഡ് 1,50,000, പ്ലേസ് ഓഫ് സർവീസ് ചെന്നൈ, CCA 200 പെർ മന്ത്, മെഡിക്കൽ അലവൻസ് 100 പെർ മന്ത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സബിൾ സാലറി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ ഐറ്റംസിനെ നമ്മൾ എടുക്കുന്നു. ബേസിക് സാലറി 5 lakh ആണ് തന്നത്, അതിനെ അങ്ങനെ തന്നെ കാണിക്കുന്നു. ദെൻ DA തന്നിട്ടുള്ളത് 20,000 ആണ്, അതിനെയും കാണിക്കുന്നു. ഇത് രണ്ടും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ HRA തന്നത് 1,20,000 ആണ്. അതിൽ നമ്മൾ എക്സംപ്റ്റ് കുറക്കണം, ലെസ് എക്സംപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് HRAയുടെ എക്സംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് 1,20,000. ദെൻ റെന്റ് പെയ്ഡ് 1,50,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ 10% ഓഫ് സാലറി മൈനസ് ചെയ്യണം. സാലറി എന്ന് പറയുന്നത് 5 lakh ആണ്, അതിൻ്റെ 10% 50,000. അപ്പോൾ 1,50,000 നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 1 lakh എന്ന് നമുക്ക് കിട്ടും. ദെൻ അതേപോലെ 50% ഓഫ് സാലറി 5 lakhന്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,50,000 കിട്ടും. അപ്പോൾ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ആണ് എക്സംപ്റ്റഡ്. ലീസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് HRA എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. HRAയുടെ എക്സംപ്റ്റഡ് പോർഷൻ 1,20,000 1 lakh എക്സംപ്റ്റഡ് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 20,000 എന്ന് കിട്ടും. CCA തന്നിട്ടുണ്ട് 200 പെർ മന്ത് ആണ്, ഇൻറ്റു 12 കാണുന്നു. അപ്പോൾ നമുക്ക് 2,400 എന്ന് കിട്ടും. അതേപോലെ മെഡിക്കൽ അലവൻസ് തന്നിട്ടുണ്ട്, ഇതും ഫുള്ളി ടാക്സബിൾ ആണ്. 100 × 12 1,200 എന്ന് കിട്ടും. ഓക്കെ, 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി ആയിട്ട് 5,43,600 എന്ന് കിട്ടും. ഈ 5,43,600 നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യുന്നു. സാലറിയുടെ കേസിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4,93,600 എന്ന് കിട്ടും. ഇതാണ് ഇൻകം ഫ്രം സാലറിയുടെ എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക്